ഞാൻ ആദ്യം മുമ്പ് കാര്യം പറഞ്ഞു. ഞാൻ ഗൾഫ് കൺട്രിയിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അവിടുത്തെ കാലാവസ്ഥയൊക്കെ പിടിച്ച് ഇവിടെ വന്ന് അങ്ങോട്ട് ഞാൻ ന്യൂസ് മാത്രമേ കാണാം, വേറെ ഞാൻ കാണാറില്ല. ആ ചേട്ടനാണ് ഇപ്പൊ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ ഇത്രയും വൈഡായ ഒരു ഫാമിലിയിൽ നിന്ന് വന്നതായതുകൊണ്ട് ചേട്ടന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കണ്ട കാര്യം. പിന്നെ ഇപ്പോഴും കമന്റ് വരാറുണ്ട് ചേട്ടന് വേറെ ആരും ഇല്ലെന്ന്. ചേട്ടന് ആൾക്കാരേ ഉള്ളൂ, അതാണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ കടയിൽ വന്ന് നിന്ന് വീഡിയോ എടുത്തിട്ട്. ഇങ്ങോട്ടാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പോയി. നമ്മുടെ കോളേജിൽ MG യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ കലോത്സവം നടക്കുവാണ്. 87 കോളേജുകൾ തമ്മിലുള്ള മത്സരമാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ ഇന്ന് കുറേ പ്രോഗ്രാമുകളുണ്ട്. തിരുവാതിര, ഭരതനാട്യം, അങ്ങനെ കുറേ. നമ്മുടെ കോളേജും, അതായത് ലോ കോളേജ് അല്ലസർ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 16 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അല്ലസറ എന്ന് പറയുന്നത്. വലിയൊരു ക്യാമ്പസാണ്. അപ്പം അതിൽ ലോ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലോ കോളേജിലും 2 വേദിയുണ്ട്. അപ്പം അവിടെയും പ്രോഗ്രാം ഇന്ന് നടക്കുകയാണ്. ഇന്ന് നമുക്ക് ഭരതനാട്യം, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഭരതനാട്യം, മെയിൽസിൻ്റെ ഭരതനാട്യം ഒക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് വെറുതെ പോയിട്ട് വേദിയൊക്കെ കെട്ടി തന്നതും ഒത്തിരി വേദികളുണ്ട് കേട്ടോ. കാരണം ആർട്സ് കോളേജിലുണ്ട്, BEd കോളേജിലുണ്ട്, MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജിൻ്റെയും സ്റ്റുഡൻസ് മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അപ്പം ഞാനും ഡെൽനാമിസും കൂടിയിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ ഡെൽനാമിസ് ആരാണ്, എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഒന്ന് പോയി എല്ലാം കണ്ടും കേട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അല്ലസർ ക്യാമ്പസ് ഒരുങ്ങി നിൽക്കുകയാണ്. ദസ്തക് എന്നാണ് നമ്മുടെ ഇത്തവണത്തെ ക്യാമ്പസ് കലോത്സവത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ദസ്തക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുക, ദസ്തക് അണ്ടിൽ ദ ലാസ്റ്റ് ബ്രീത്ത് എന്നാണ് പറയുന്നത്. അതായത് അവസാന ശ്വാസം വരെയും പോരാടും എന്നുള്ളതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലളിതാമ്മയുടെ ഒരു സിനിമയിലെ ഡയലോഗ്സൊക്കെ എഴുതി ലളിതാമ്മയൊക്കെ അനുസ്മരിച്ചുകൊണ്ടുള്ള, അപ്പോൾ അവിടെ അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെയൊക്കെ വാക്കുകളും വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോളേജ് നല്ല രീതിയിൽ, യൂണിയൻ നല്ല രീതിയിൽ ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കോളേജിൻ്റെ മെയിൻ ക്യാമ്പസ് ഇതാണ്. ഐ ലവ് അല്ലസർ എന്ന് പറയുന്ന വലിയൊരു ശില്പവും. അപ്പം ഞാനും ഡെൽനാമിസും കൂടിയാണ് കേട്ടോ പോയത്. ഞങ്ങൾ വെറുതെ വേദിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയത്. അപ്പം ആർട്സ് കോളേജ് ഒന്ന് കാണാമെന്ന് കരുതി അതിലേ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 16 ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് വലിയ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് വൈഡായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിലെ ആർട്സ് കോളേജിൻ്റെ മുൻവശമാണ്. അപ്പോൾ അവിടെയൊക്കെ പോയതിന് ശേഷം ഇതാണ് മുഖ്യവേദി. നമ്മുടെ കോളേജിൻ്റെ മെയിൻ ഗ്രൗണ്ടിൽ തന്നെയായിട്ടാണ് കലോത്സവം വേദി നമ്പർ 1 എന്ന് പറഞ്ഞ്. ഇന്നിപ്പം വൈകിട്ട് 7 മണിക്കാണ് ഇനാഗുറേഷൻ നടക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് ഒരുക്കി ഇപ്പോഴും അതിൻ്റെ അലങ്കാര പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനും ഡെൽനാമിസും പോയി അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത്. ഞങ്ങളുടെ കൂടെ വേറൊരു സാറും ഉണ്ടായിരുന്നു. അപ്പോൾ കാണാനായിട്ട് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ ഒന്ന് പോയി വന്നതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അടിപൊളിയായിട്ടൊക്കെ. അപ്പം ഒരുപാട് 87ഓളം കോളേജുകൾ തമ്മിലുള്ള മത്സരമൊക്കെയാണ്. അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും മൊത്തം. ഇങ്ങനെ കോളേജൊക്കെ മൊത്തം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇന്ന് ഉണ്ടായിരുന്നില്ല. വൈകുന്നേരത്തേക്ക് വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റുഡൻസൊക്കെ ക്ലാസ് നടക്കാത്തതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ നടന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും തന്നെ നല്ല തിരക്കിലൊക്കെ ഓടിപ്പാഞ്ഞൊക്കെ നടക്കുകയായിരുന്നു. എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ അകലെ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസും അവരുടെ പേരൻസും അവരുടെ കോളേജിലേക്ക് സ്റ്റാഫും ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അന്നത്തേക്ക് വൈകുന്നേരത്തേക്ക് നല്ല മഴക്കാറങ്ങ് കയറി മാനെല്ലാം മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ വൈകിട്ട് വന്നിറങ്ങിയപ്പോഴത്തേക്കും കോളേജ് ബസ്സിനാണ് വന്നിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഇടിമിന്നലോട് കൂടിയ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എത്ര നാൾ നല്ല വേനലായിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ നല്ല മഴ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് മഴയുണ്ട്. പക്ഷേ ഇന്ന് മഴ പെയ്യണ്ടായിരുന്നു. ഈ ഒരാഴ്ചത്തേക്ക് വൈകിട്ട് മഴ വേണ്ടായിരുന്നു. കാരണം നമ്മുടെ കോളേജ് ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്ന പ്രദേശം, പാടം പോലെയുള്ള പ്രദേശത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യവേദി ഇരിക്കുന്നതും നമ്മുടെ ലോ കോളേജൊക്കെ ഇരിക്കുന്നത്. മുഖ്യവേദി മാത്രമാണ് ഓപ്പൺ സ്റ്റേജായിട്ട് വെളിയിലുള്ളൂ. ബാക്കിയെല്ലാം ഓഡിറ്റോറിയത്തിലൊക്കെയാണ് കേട്ടോ സ്റ്റേജസ്.
അപ്പം മുഖ്യ വേദിയിലേക്ക് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പോകും. അപ്പം അതൊക്കെ നോക്കി നല്ല രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും മഴയൊക്കെ പെയ്താൽ ഇച്ചിരി പാടല്ലേ. അപ്പം പിന്നെ രാത്രി വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇലുമിനേഷൻ ബൾബുകളൊക്കെ നിറച്ച് വരുന്നുണ്ട്, ഇട്ടിട്ടുണ്ട്. നല്ല രസം. സൗണ്ട് സിസ്റ്റമൊക്കെ എൻ്റെ അമ്മ വീട്ടിലെ പന്നൂർ എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് കേട്ടോ സൗണ്ട് സിസ്റ്റത്തെയൊക്കെ വണ്ടി വന്ന് കിടക്കുന്നതൊക്കെ കണ്ടതാണ്. അപ്പം അങ്ങനെ ഒത്തിരി നാൾക്ക് 2019 മറ്റോ ആയിരുന്നു ഇതിന് മുമ്പ് കലോത്സവം നമ്മുടെ കോളേജിൽ വന്നത്. അപ്പം അന്ന് ഞാൻ കണ്ടതാണ്. അപ്പം അതിനുശേഷം ഇത്ര നാളുകൾക്ക് ശേഷമാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഒരുപാട് കോളേജിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മളെ അറിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം പറയാനുണ്ട്, നമുക്ക് 90K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ ഇപ്പോൾ ഈ കാണുന്ന, അതായത് ഇപ്പോൾ നമ്മളിടുന്ന ന്യൂ വീഡിയോസൊക്കെ കണ്ടിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പം. അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം വരുന്ന കമൻസ് ആണെങ്കിൽ പോലും അതിൽ ചിലരുടെയെങ്കിലും കമൻസ് വായിക്കുമ്പം ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചിന്തിച്ചാൽ പോലും അത് സാരമില്ല. നിങ്ങളൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് കമൻറ്റ് ഇട്ടത് കൊണ്ടാണല്ലോ നമുക്ക് വേണ്ടിയിട്ട് സമയം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വീഡിയോ കാണുന്നതൊക്കെ കൊണ്ടാണല്ലോ നമുക്കിങ്ങനെ വിജയിക്കാൻ പറ്റുന്നത്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ തെറ്റ് കണ്ട് അതിനെ ചൂണ്ടിക്കാണിക്കണം, അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുറേ സജഷൻസൊക്കെ വരാറുണ്ട്, അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരുപാട് നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്, ഞാൻ വായിച്ച് നോക്കാറുണ്ട്. താങ്ക് യു എങ്കിലും ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ വായിച്ച് നോക്കിയിട്ട്. പിന്നെ പാലപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാലപ്പത്തിൻ്റെ റെസിപ്പി അപ്പം ഈസ്റ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി പൊളിച്ച് പൊങ്ങി പോകും, അത് കൊള്ളത്തില്ല. ഞാൻ ഈസ്റ്റ് ചേർക്കാറില്ല. ഈസ്റ്റ് ചേർത്ത ചേട്ടന് യൂറിക് ആസിഡിൻ്റെ ഒരു പ്രോബ്ലം വന്നതുകൊണ്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കാറില്ല. അപ്പം അല്ലെങ്കിൽ ഞാൻ നമ്മുടെ വീട്ടിൽ ഈസ്റ്റ് ചേർക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ അപ്പം കുഴച്ച് വയ്ക്കുന്നത് കാണിക്കാറില്ല. ഞാൻ അല്പം പഞ്ചസാര ചേർക്കാറുണ്ട്. പിന്നെ തേങ്ങാവെള്ളവും തേങ്ങാപ്പാലും മാത്രമേ ചേർക്കാറുള്ളൂ. അതായത് തേങ്ങ അരച്ച് ചേർക്കും, തേങ്ങാവെള്ളം ചേർക്കും. തേങ്ങാവെള്ളം തന്നെ നല്ല പുളിയാണ്, കള്ള് പോലെ ഇരിക്കും. അപ്പം നന്നായിട്ട് പുളിച്ചൊക്കെ പൊങ്ങി ഒരു നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കുറച്ച് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതെടുത്തിട്ട് നമുക്ക് ചുടണം. അതിപ്പോൾ വൈകുന്നേരം ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പം എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ അരച്ചൊക്കെ വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ എനിക്കാണെങ്കിൽ 19-ാം തീയതി മുതൽ എനിക്ക് വാലുവേഷൻ ഡ്യൂട്ടി കിട്ടിയിരിക്കുക. വാലുവേഷൻ, പേപ്പർ വാലുവേഷന് നമ്മൾ പോകണം. അപ്പം നമുക്കിവിടെ അടുത്ത് കാണക്കാരി, ഏറ്റുമാനൂർ കാണക്കാരിയാണ്. അപ്പം കാണക്കാരിയിലെ കോളേജിലേക്കായിരിക്കും ഞാൻ മിക്കവാറും പോവുക. അപ്പം ഇവിടേക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഏറ്റുമാനൂർ കാണക്കാരി ഭാഗത്തേക്ക്. കാണക്കാരി എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ. കാരണം എൻ്റെ ചേട്ടായി കുറേ നാളവിടെ താമസിച്ചതാണ്. എൻ്റെയൊക്കെ കല്യാണത്തിന് മുമ്പ് എൻ്റെ ബ്രദറ് കല്യാണമൊക്കെ കഴിച്ച് അവിടെ പോയി കുറേ നാൾ താമസിച്ചതാണ്. അപ്പം അത് കാണക്കാരി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ബ്രദറായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ആദ്യം ദൈവം വിളിച്ചുകൊണ്ട് പോയി, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതെനിക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. അത്ര സുഖമുള്ള ഒരു മെമ്മറി അല്ലെങ്കിലും, കാരണം ബ്രദർ വീട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കാൻ ഒരു ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നേ. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ ആങ്ങളേനെ ആയതുകൊണ്ട് അവൻ എത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ തമ്മിൽ 9 വയസ്സിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്നെക്കാളും 9 വയസ്സിൻ്റെ മൂത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് ലോകത്ത് ആരെങ്കിലുമൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആങ്ങളെ ചേട്ടായിന് മാത്രമായിരുന്നു. അങ്ങനെ അവർ വേറെ പോയപ്പോൾ എനിക്ക് ശരിക്കും വിഷമമൊക്കെ ആയിരുന്നേ. അപ്പം ഏതായാലും കാണക്കാരി എന്ന നാട്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോകാൻ ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ വാലുവേഷന് വേണ്ടി പോകണം ഇൻഷാ അള്ളാ എന്ന് പറയും. അപ്പോൾ ഇവിടെ ചെറിയ തോതിലൊക്കെ ഇടിമുഴക്കങ്ങളൊക്കെ കേൾക്കാം. ഒരു കാക്ക വന്നിരുന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. ആ മഴ ഇടിയൊക്കെ വന്നപ്പോൾ കറണ്ട് അങ്ങ് പോയിരുന്നു. ഇപ്പോഴാണ് കറണ്ട് വന്നത്. ചേട്ടൻ അതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുക. ഇച്ചിരി ശുദ്ധമായ കാറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. അത്ര ശുദ്ധമൊന്നുമല്ല, കാരണം റോഡിൽ കൂടി ഇത്രയും വണ്ടി പോകുമ്പം അതിൻ്റേതായ പൊല്യൂഷനും അതിൻ്റേതായ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ നല്ല രീതിയിൽ വലിച്ചു കയറ്റേണ്ടി വരും. അതുകൊണ്ട് അത്ര ശുദ്ധവായു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴും വണ്ടി പോകണം റോഡല്ലേ. അതുകൊണ്ട് പിന്നെ രാവിലെ ആണെങ്കിലും എനിക്കിന്ന് കുക്ക് ചെയ്യേണ്ടതൊന്നും വന്നില്ല കേട്ടോ. ചോറ് തലേദിവസം വെച്ചു കറികളെല്ലാം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ചൂടാക്കി പറക്കി എടുത്തുകൊണ്ട് പോവുക ചെയ്തത്. അതുകൊണ്ട് രാവിലെ എനിക്ക് കുക്ക് ചെയ്യേണ്ട വന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് നിന്നു. പിന്നെ ഇന്നലെ വാഴകളൊക്കെ വെട്ടി ചേട്ടന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ പോകാൻ ഇറങ്ങി. പിന്നെ എന്തുകൊണ്ടോ ഞാനിങ്ങനെ എന്നെ കയറ്റാതെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. പുള്ളിയോട് നിന്നു അങ്ങനെ എന്നെ കൊണ്ട് ഇറക്കി വിടുക ചെയ്തത്. അപ്പം ഇന്നലെ ആണെങ്കിൽ മഴ തകർത്ത് പെയ്തത് കൊണ്ട് നല്ല പൊടി മാറി കിട്ടി. ശരിക്കും മണ്ണൊക്കെ പുഴപഴാന്നായി മാറി. അതും വേറൊരു സൈഡ് വശമാണ്. വെള്ളമൊക്കെ നല്ല രീതിയിൽ കിണറ്റിലും വെള്ളം ഉണ്ടായി ഒറ്റ മഴയ്ക്കാണ്. അപ്പം നിങ്ങളുടെ മഴയിൽ നല്ല രസമായിരിക്കും. പിന്നെ എന്താ, ആൻസൂട്ടനാണെങ്കിൽ എക്സാം തുടങ്ങണം. ആൻസൂട്ടൻ നമ്മുടെ അടുത്തുള്ള സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ സ്കൂളും പതുക്കെ ഒന്ന് മാറ്റി. എക്സാം ആൻസൂട്ടന് ഇനി 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും.
ആദ്യം സോഷ്യൽ സയൻസ്, പിന്നെ കമ്പ്യൂട്ടർ, മലയാളം, മാത്സ്, അങ്ങനെ സയൻസ്, ഹിന്ദി, അങ്ങനെയൊക്കെയാണ് ഇവരുടെ എക്സാമിൻ്റെ പോക്ക്. ലാസ്റ്റാണ് ഇംഗ്ലീഷ്. അപ്പം അതിനുവേണ്ടി അവൻ അവിടെ ഇരുന്ന് വായിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് കടയിൽ നിന്ന് ആൻസറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സിപ്പപ്പം കൊണ്ടുവച്ചിട്ടുണ്ട്. വെയിലും ചൂടൊക്കെ അല്ലായിരുന്നു. അപ്പം അതിനിപ്പം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ തീർക്കത്തില്ലായിരിക്കും. പിന്നെ ഞാൻ രാവിലെ ചോറ് കൊണ്ടുപോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊണ്ടുപോയില്ല. അതുകൊണ്ട് ഞാനൊരു മസാല ദോശ വാങ്ങിച്ചാൽ കോളേജിലിരുന്ന് കഴിക്കുകയില്ല. പിന്നെ എൻ്റെ കമൻ്റൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. ചേട്ടന് ഭയങ്കര സന്തോഷം. ദൈവം എന്തുവാന്ന് എനിക്കറിയാൻ പാടില്ലേ. ചേട്ടന് എത്രമാത്രം ഫാൻസാണ് വരുന്നത്. പാവം ഞാൻ ആദ്യമായിട്ട് ചേട്ടനെ കാണുമ്പോൾ, ചേട്ടാ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടേ എന്ന് പറഞ്ഞു. ചേട്ടൻ അതിന് റിപ്ലൈ എന്താണെന്നില്ല. ഞാൻ ഈ ചേട്ടൻ എന്തായാലും റിപ്ലൈ തരട്ടെ. കഴിഞ്ഞ ദിവസം അതിനത് പറഞ്ഞപ്പോഴാണ് എനിക്ക് യൂട്യൂബ് എന്തായി ചാനൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ യൂട്യൂബ് എടുത്തിട്ട് അതിനകത്ത് ന്യൂസൊക്കെ കേൾക്കുമായിരുന്നു. ഏഷ്യാൻ്റെ അതിപ്പോഴും അതൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാതെ വീഡിയോ ഇടുമോ ചാനൽ ഇടുമോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതാ റിപ്ലൈ ഒന്നും തരാതിരുന്നതെന്ന്. അപ്പോൾ എന്താണെങ്കിലും അതുപോലും അറിയാതിരുന്നൊരു മനുഷ്യനിങ്ങനെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ ഒരു മടിയും കൂടാതെ വരുന്നു. നിങ്ങളുടെ ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചേട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിൽ. കാരണം എന്നെ അനുസരിക്കാൻ അവസ്ഥ കണ്ടിട്ടൊരു സഹതാപ തരംഗമായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പലരുടെ മനസ്സിലൊരു നോവായിട്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഇമേജ് നിന്നിരുന്നത്. സിറ്റുവേഷൻ അതായിരുന്നത് കൊണ്ട്. പിന്നെ ഞങ്ങളുടെ സിറ്റുവേഷനിലൂടെ, അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ വളരെയധികം മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോയവരൊക്കെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ചെറുതായ രീതിയിലെങ്കിലും അവർക്കൊരു ആശ്വാസമായിട്ടുണ്ട് എന്നും അറിയാം. കാരണം ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സഹതാപത്തിൽ നിന്നും അത് മാറിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സന്തോഷം ലൈഫിൽ വന്നപ്പോൾ, ലൈഫ് ടോട്ടലി മാറിക്കഴിഞ്ഞപ്പോൾ, അങ്ങനെ മാറിയിട്ടും എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം അന്ന് വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടവർ പോലും ഇന്ന് വീഡിയോയ്ക്ക് കമൻറ്റ് അതേ രീതിയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഞങ്ങളെക്കാളും സന്തോഷം ഒരു നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട്. കാരണം ബിന്ദു സ്ട്രീംസ് ഒരിക്കലും മോശമല്ല എന്നൊരു കാഴ്ചപ്പാട് തന്നത് നിങ്ങളാണ്. കാരണം അന്നത്തെ സഹതാപ തരംഗത്തിൽ നിന്ന് സന്തോഷ തരംഗത്തിലേക്ക് വന്നപ്പോഴും നിങ്ങളും ഒട്ടുമാറാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ എപ്പോഴും കമൻറ്റ് വരുമ്പോൾ ഞാൻ എടുത്ത് നോക്കും. അവർ നേരത്തെ ഇട്ട കമൻറ്റ്സ് എടുത്ത് നോക്കും. കാരണം അവരുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ ഇട്ട എല്ലാ കമൻറ്റ്സും നമുക്ക് കിട്ടും. അപ്പോൾ അറിയാൻ പറ്റും ഇവർ പണ്ടെങ്ങനെ പറഞ്ഞതാണ്. അപ്പം നോക്കുന്നതെല്ലാം അവർ പുതിയതായിട്ട് വരുന്ന കമൻറ്റ്സ് ഇടുന്നവർ തന്നെയാണ്. ചിലർ പറയും പണ്ട് മുതലേ ഞാൻ ഇവരുടെ വീഡിയോ കാണുന്ന അന്ന് ഇഷ്ടമായിരുന്നു ഇന്ന് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പം പണ്ടും അവരിട്ടതെല്ലാം നെഗറ്റീവ് കമൻസ് ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നവരെ നമ്മൾ ഷോർട്ട് വീഡിയോ കൊണ്ടുവന്നിട്ട് അവരുടെ കമൻസ് കാണിച്ചിട്ട് എന്താണെങ്കിലും ഇതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും ഒരു ഏണിങ്സ് ആയില്ലേ. നല്ല കാര്യമല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ആ ഏണിങ്സ് ഉപയോഗിക്കാം. അപ്പം നെഗറ്റീവിനെയും പോസിറ്റീവാക്കി വിറ്റ് കാശാക്കാനൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഒരു യൂട്യൂബർ എന്ന നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതും എനിക്ക് പോസിബിളാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തന്നെയാണ്. അപ്പം എന്തിനേയും നമ്മൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യകാലങ്ങളിലൊക്കെ ഇല്ലേ മരുഭൂമിയിൽ മഴ പെയ്യും പോലെയായിരുന്നു നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഒരുപാട് സങ്കടമായിരുന്നു കേട്ടോ. നമ്മുടെ ചാനൽ എന്തെങ്കിലും റീച്ച് ആകുമോ, അല്ലെങ്കിൽ 70 വ്യൂസൊക്കെ എനിക്ക് അങ്ങേയറ്റം വരുന്ന 70 വ്യൂസ് എങ്ങാനും ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് 500 വ്യൂസൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അല്ലെങ്കിൽ ഒരു 200, എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് അത്യാവശ്യം ഒരു റീച്ച് കിട്ടിയത് 200 സംതിങ് വ്യൂസ് വന്ന, അതായത് ഒരു 10,000-3000 സബ്സ്ക്രൈബേഴ്സിലൊക്കെ നിൽക്കുമ്പം ഏതൊരു വീഡിയോയ്ക്ക് 200 എബവ് റീച്ച് വന്നു, വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സന്തോഷം അന്ന് ചില്ലറയായിരുന്നില്ല. അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പം നമുക്ക് വരുന്ന ഈ ഒരു വ്യൂസുകളിൽ ഞാൻ സംതൃപ്തയാണ്. അതുകൊണ്ട് ഇന്നത് വേണം അല്ലെങ്കിൽ അത്രയൊന്നും കിട്ടിയില്ലല്ലോ എന്നോർത്തൊന്നും നമുക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിന്ദു സ്ട്രീംസ് എന്നൊരു ചാനലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ്, ഞാനിങ്ങനെ ഒരു ചാനലായിട്ട് തുടങ്ങിയൊന്നുമല്ല, ടിക്ടോക്കിലെന്നും എടുത്ത കുറച്ച് വീഡിയോസ് നമുക്ക് സേവ് ചെയ്തിടാനൊരു ഇടം എന്ന നിലയിലാണ്. കാരണം എങ്ങും പോകത്തില്ല, സെർച്ച് ചെയ്ത് നമ്മുടെ വീഡിയോസ് അവിടെ കിട്ടും. അപ്പോൾ അതൊരിക്കലും പോകത്തില്ല. മറ്റേ ഫോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്തെ ഫോണുകൾ അത്രയൊന്നും GB ഉണ്ടായിരുന്നില്ല, മെമ്മറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം അവിടെ കിടക്കണം, നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ എടുത്ത് നോക്കണം. ആ ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് എടുത്തത്. ഫേസ്ബുക്കിലിട്ടാൽ പോലും ചിലപ്പം ഫേസ്ബുക്കൊക്കെ പലരുടെയും അക്കൗണ്ട് നഷ്ടപ്പെടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബ് അവിടെ കിടക്കുമായിരുന്നു, ഒരിക്കലും നഷ്ടപ്പെടാതെ തന്നെ കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഫേസ്ബുക്കിലിട്ടല്ല, അത് പ്രൈവറ്റായിട്ട് അങ്ങനെ കിടക്കത്തല്ലേ ഉള്ളൂ. യൂട്യൂബിലാണെങ്കിൽ പബ്ലിക്കായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നു, അതവിടെ കിടക്കുന്നു എന്ന ആ ഒരു രീതിയിലേക്ക് മാറി. പിന്നെ ഞാൻ അധികാലത്താണ് ഈ ഫേസ്ബുക്കിലുള്ള ഫോട്ടോസ് എല്ലാം ഇട്ട് ഭയങ്കര വെറുപ്പീരായിരുന്നു കേട്ടോ. സത്യം പറയാം, വെറുപ്പീരായിരുന്നു. പറയണതിന് നമുക്ക് മടിയൊന്നുമില്ല കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ വീഡിയോസ് ഇങ്ങനെ കൊണ്ടിട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ടിക്ടോക്ക് പോകുകയെന്ന് അറിഞ്ഞപ്പം അതിലെ വീഡിയോസ് എല്ലാം കൂടി ഇവിടെ കൊണ്ടിടാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഏണിങ്സിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പം അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ ഏണിങ്സിൻ്റെ പക്ഷേ കൊറോണ ടൈമിലൊന്നും എനിക്കറിയത്തില്ല ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും. പക്ഷെ അന്നൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇപ്പം ഇന്നത്തേക്കാളൊക്കെ റീച്ചിൽ നമുക്ക് കയറി പോകാമായിരുന്നു. പക്ഷെ എനിക്കതിൽ സങ്കടമൊന്നുമില്ല. നമുക്ക് കിട്ടേണ്ട സമയത്ത് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തപ്പെട്ടിരിക്കും എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. കാരണം ഇതുവരെ ഞാനും അത് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അപ്പം വേറൊന്നുമല്ല പറഞ്ഞു വന്നത്. ഒരിക്കലും ഒന്നിലും നമുക്ക് നിരാശ തോന്നേണ്ട കാര്യമില്ല. കിട്ടിയില്ല എന്നോർത്ത് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളിലേക്ക് എത്തപ്പെടുക തന്നെ ചെയ്യും. അത് എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര പേരിലൂടെ ആണെങ്കിലും അത് ഒരിക്കലും നമ്മൾ കാണാത്ത വ്യക്തികളിലൂടെ ആണെങ്കിലൊക്കെ എത്തപ്പെടും. അതുതന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം ഇങ്ങനെ ഒരു ലൈഫോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കടയിൽ വന്ന് നിൽക്കുന്ന ലൈഫ് പോലും ഞാൻ ഒരിക്കലും ചിന്തിച്ചു പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ലൈഫ് ഉണ്ടാകുമെന്ന് പോലും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഓരോ മാറ്റങ്ങളാണ്, നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതാണ്, ഒരിക്കലും മാറിപ്പോകത്തില്ല. അത് ഏത് ലോറി പിടിച്ചാണെങ്കിലും എത്തിയിരിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, ഒന്നിനെയും നെഗറ്റീവായിട്ട് കാണാതിരിക്കുക, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് മാത്രം കാണുക, പോസിറ്റീവ് മാത്രം പറയുക. ചിലരുണ്ട് നല്ലത് കണ്ടാലും നല്ലതെന്ന് പറയത്തില്ല, അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ആർക്കെങ്കിലുമൊക്കെ ഒരു സന്തോഷ സമാധാനമൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ആയാലും കൊള്ളത്തില്ല. അങ്ങനെ ആയാലും നമ്മുടെ ലൈഫിലേക്ക് അത് വരുന്നത് അതേ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക. എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ടും അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഈ ഒരു കാര്യം തന്നെ എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഞാനെങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച പോസിറ്റിവിറ്റിയിലേക്ക് മാത്രമായിട്ട് മാറി എന്നുള്ള കാര്യം. പിന്നെ ചില സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോൾ ചിലർക്കൊന്നും അത്ര ഗ്രഹിക്കണമെന്നില്ല. അത് സത്യമാണെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അത് നുണയാണെന്ന് വിചാരിച്ച് അതിലേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട്. ആളുകൾക്ക് പല വിധക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും ബോധേഡാവേണ്ട ഒരു കാര്യവും നമ്മുടെ ലൈഫിലേക്ക് വരുന്നില്ല. ഇവിടെ ഒരാൾ വന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് നല്ല രീതിയിൽ കടയൊക്കെ നടത്തി ചേട്ടൻ നല്ല രീതിയിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു കുടുംബനാഥനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യത്തിലൊക്കെ ഇടപെട്ട് വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞും ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ചും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അഭിനയത്തിൻ്റെ ഏകദേശം പോലും അറിയാത്ത ചേട്ടൻ ഇപ്പോൾ അഭിനയ കുലഗുരുവായിട്ട് മാറിയിട്ടുണ്ട്. ഹിന്ദു സ്ട്രീംസിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് അസോസിയേഷൻ ഉള്ളത് ഇപ്പോൾ ചേട്ടനാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ചേട്ടനെ ആദ്യമായിട്ട് കണ്ടിട്ട് ചേട്ടാ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ യാതൊരു വിധ ഭാവ വ്യത്യാസവും ഇല്ലാതെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ വെറുതെ നിന്നൊരു ചേട്ടനായത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് പിന്നീട് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് യൂട്യൂബ് എന്താണെന്ന് ചാനൽ എന്താണെന്ന് പറയുക യൂട്യൂബ് എടുക്കും, ഞാൻ ന്യൂസ് കാണും, അങ്ങോട്ട് വയ്ക്കും. ആ ചേട്ടനാണ് ഇപ്പോൾ യൂട്യൂബിന് നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ എവിടെ ചെന്നാലും ഇന്ന് രാവിലെ പോലും വാഴക്കൊലയും കൊണ്ട് ചെന്നപ്പോൾ പോലും അവിടെ നിന്നും ഫാൻസ് ഉണ്ടായി എന്നൊക്കെ കേട്ടു. വീഡിയോ ഒക്കെ അടിപൊളിയായി എന്നുള്ള കമൻസ് ഒക്കെ ഉണ്ടായി എന്നൊക്കെ കേട്ടു. അതുപോലെ ലാബിലാണെങ്കിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും അവിടെ നിന്നും പറഞ്ഞു ചേട്ടൻ വന്നതോടുകൂടി ഞങ്ങൾ വീണ്ടും വീഡിയോ ആക്റ്റീവായിട്ട് കാണാൻ തുടങ്ങി. ഇതേ നമ്മുടെ ചേട്ടൻ എന്ന് പറഞ്ഞു. അതുപോലെ പലരും കാണുന്നുണ്ട് ചേട്ടൻ്റെ ഈ ഐശ്വര്യമുള്ള തല. കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ നാട്ടിൽ നിന്ന് തന്നെ നെയ്ശ്ശേരിയിൽ നിന്ന് രണ്ടുപേരും അന്വേഷിച്ച് വന്നു. അപ്പം അന്ന് ഞാൻ കടയിലുണ്ടാവുമെന്ന് വിചാരിച്ചാൽ വന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ കടയിൽ വന്നില്ല. അപ്പോൾ വന്നവർ എന്നെ മാത്രമല്ല അന്വേഷിച്ചു, നമ്മുടെ ബാസ്ക്യൂനെയും ബോമാസിനെയും ഒക്കെ അന്വേഷിച്ചു. അവസാനം കാണാൻ പറ്റാതെ വെറുതെ വിടണ്ടല്ലോ എന്ന് കരുതി ചേട്ടൻ വേഗം തന്നെ എന്നെ വീഡിയോ കോൾ ചെയ്തു. അവരെ കാണിച്ചു തന്നു. നെയ്ശ്ശേരിയിൽ നിന്ന് നമ്മുടെ മായയെ ഹസ്ബൻഡ് വന്ന മായ എന്ന് പറഞ്ഞ ചേച്ചിയും അതിൻ്റെ ഹസ്ബൻഡ് നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ പണ്ട് മുതലേ കാണുന്നതാണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പഴയ വീട്ടിലുള്ള റെൻറ്റിന് താമസിച്ച സമയത്തൊക്കെ വീഡിയോ കാണുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല മുതലപ്പുറത്ത് വെച്ചൊരു ഫാമിലിയെ കണ്ടു, രജിത ഫാമിലി. അപ്പം അവരും പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നിങ്ങളുടെ വീഡിയോ എപ്പോഴും കാണല ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു, ഭാര്യയുടെ പരിപാടി എന്ന് പറഞ്ഞു. അപ്പം അത് രജിതയാണെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകാൻ നേരത്ത് മൊബൈൽ എടുക്കുക, ഓണാക്കുക, നമ്മുടെ വീഡിയോ കണ്ടങ്ങ് കിടക്കുക, അതാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാക്കി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കളഞ്ഞ് ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല, യാതൊന്നുമില്ല. കുറച്ച് വീഡിയോ കാണുകയാണെങ്കിൽ ഞങ്ങളെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ചിരിക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു ഇതുണ്ട്. എന്നിട്ടും നമ്മളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി ചേട്ടനെ ഇതിലൂടെ ഒരുപാട് പേർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്.
കാരണം ചേട്ടനെ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവ് വെക്കാതെ തന്നെ ജാക്സൺ ഇങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നല്ലോ, ഇത്രയും നല്ല വ്യക്തി ആയിരുന്നല്ലോ എന്നൊക്കെ പലരുടെ മനസ്സിലൊരു തോന്നലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ചേട്ടനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ ഒരു എക്സ്പെക്റ്റേഷനിലൂടെ മാത്രം മുന്നോട്ട് പോകേണ്ടുന്നവരൊക്കെ ജാക്സൺ നല്ല വ്യക്തിയാണ്, അത്ര നല്ലൊരു ചേട്ടനായിരുന്നല്ലോ അതെന്നൊക്കെ പറയുന്നതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ പരമാവധി ചേട്ടനെ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് കാണിക്കാൻ ഞാൻ കൂടുതൽ ശ്രമിക്കാറുണ്ട് കേട്ടോ. ചേട്ടൻ്റെ പോസിറ്റിവിറ്റിയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എന്നാ ചിന്തിക്കണേ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാട്ടോ സത്യം പറയാലോ. കാരണം ഇങ്ങനെ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അത് തെറ്റാ അത് പറഞ്ഞ് ശരിയാവോ എന്നൊന്നും ഓർത്ത് ഒന്നും മറിച്ചൊന്നും വെക്കാറില്ല, ഉള്ളവരുള്ളവണം അങ്ങ് പറയും. അത് സത്യമല്ലേ, പിന്നെ പറഞ്ഞാൽ തന്നെ കുഴപ്പം, അതിൻ്റെ വരുമാനായിക്കൊന്നും ചിന്തിക്കൊന്നുമില്ല, അങ്ങനെ അങ്ങ് പറയും. അത് നിഷ്കളങ്കതയാണ്. അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു കള്ളത്തരമൊന്നുമില്ല, ഉള്ളവരുള്ളവണം അങ്ങ് പറയും, അതാണ് നല്ലത്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ശത്രുക്കൾ കൂടുതലുണ്ടായിരിക്കും. അങ്ങനെ നമ്മളെ എപ്പോഴും സുഖിപ്പിക്കുന്നതായിരിക്കില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല, ഉള്ളവരുള്ളവണം അങ്ങ് പറയും. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അതാ വലിയ പിന്നെ ഇപ്പോഴും കമൻറ്റ് വരാറുണ്ട് ചേട്ടന് വേറെ ആരും ഇല്ലെന്ന്. ചേട്ടന് ആൾക്കാരേ ഉള്ളൂ, അതാണ്. ഈ ഏരിയ മൊത്തം വരുന്ന റിലേറ്റീവ്സാണ് കൂടുതലും കേട്ടോ, വലിയ ഫാമിലിയാണ്. പിന്നെ ഈ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ ഇവർ 9 മക്കളാണ്. അതിൽ ഒരു ചേട്ടൻ്റെ നേരെ മൂത്ത ചേട്ടൻ മാത്രമേ മരിച്ചു പോയതുള്ളൂ. പിന്നെ അമ്മ ഇല്ല, ചേട്ടൻ്റെ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ബാക്കി എല്ലാ സഹോദരങ്ങളും ഉണ്ട്. ഇത് 7ാമത്തെ സൽപുത്രനാണ്. ഇതിൻ്റെ ഇളയത് പിന്നെ 2 പേരോടെ ഉണ്ട്, ഒരാണും ഒരു പെണ്ണും ഉണ്ട്. മൂത്തതും ഉണ്ട് 2 പെണ്ണും, ബാക്കി ആണുകളും ഉണ്ട്. അങ്ങനെ ഇവർ 6 ആണും 3 പെണ്ണുമാണ്. ഇപ്പം 5 ആണും 3 പെണ്ണുമായിട്ട് ഇരിക്കുന്നു. പിന്നെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളും മക്കളൊക്കെ ആയവരൊക്കെ ഉണ്ട്. മൂത്തവരൊക്കെയാണ് ഏറ്റവും മൂത്ത സിസ്റ്ററാണ്, സിസ്റ്റർ സോഫിയ. പിന്നെ ഇത്രയും വൈഡായ ഒരു ഫാമിലിയിൽ നിന്ന് വന്നതായതുകൊണ്ട് ചേട്ടൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കണ്ട കാര്യം ഷെയർ ചെയ്യാൻ മടിയില്ല. കാരണം ഇവർ ഇത്രയും മക്കളെ ഷെയർ ചെയ്തും പങ്കിട്ടൊക്കെ ജീവിച്ചവരായതുകൊണ്ട് ഒന്നും തനിക്ക് തന്നെ വേണമെന്നുള്ള ചിന്താഗതിയൊന്നുമില്ല. ഇപ്പോൾ ഈ സിംഗിളായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു മകൻ ഒരു മകൾ അല്ലെങ്കിൽ 2 മക്കളൊക്കെ ആയിട്ട് ജീവിക്കുമ്പം ഒരാൾക്ക് കൊടുക്കാനുള്ള മടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നുമില്ല. ഇത്രയും കുടുംബങ്ങളുള്ളതുകൊണ്ട് ഒത്തിരി പേരായിട്ട് ജീവിച്ചാലും അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മളൊരു ഫാമിലിയെ മൊത്തം ചേട്ടൻ സ്വീകരിക്കാനായിട്ട് തയ്യാറായത്. കൂടുതൽ അംഗങ്ങൾ വന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് തന്നെ വേണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നുമില്ല. വിട്ടുകൊടുക്കാനായിട്ട് മടിയൊന്നുമില്ല. ആ പോവാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു പല കാര്യങ്ങളും എപ്പോഴും അങ്ങനെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കേണ്ടുന്നൊരവസ്ഥ വന്നത് കൊണ്ട് തന്നെയൊക്കെ ആയിരിക്കും. കൂട്ടുകുടുംബത്തിൻ്റെ ഒരു മഹത്വം കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശരിയാണോ? അല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. പോവാ പിന്നെ നമ്മളിപ്പോൾ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം നമ്മൾ എന്നായാലും പോകുമ്പോൾ നമ്മൾ ആർക്കും നമ്മുടെ കയ്യിൽ ഒന്നും തന്നു വിടുകയില്ല, ആരും തന്നു വിടില്ല. പിന്നെ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കണം, ജീവിക്കുന്നത് കാലം ജീവിക്കുക, അതേ ഉള്ളൂ. അല്ല വെട്ടിപ്പിടിച്ച് ഒരേ കാരണം പറഞ്ഞ് ആവശ്യമില്ലാത്ത പറഞ്ഞ് മേടിച്ച് കെട്ടുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ഈ കൊണ്ടുവന്ന ആരും നേരമായിട്ട് ഇപ്പോൾ അവരുടെ ജീവൻ തീരുമ്പോൾ കൊണ്ടുവന്നില്ല. അപ്പോൾ നമുക്കുള്ളത് നമുക്ക് അർഹതപ്പെട്ട് നമുക്കൊന്നും ഉണ്ടോ നമ്മൾ മേടിച്ച് ജീവിക്കാം. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മേടിച്ച് അല്ല ആർത്തിയോടെ മേടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് നിലനിൽക്കില്ല. ഒരു നിസ്സാരം ഒരു പനി വന്നാൽ മതി, ഈ വെട്ടിപ്പിടിച്ചെല്ലാം പോകും. നമ്മുടെ ഇവിടെ കാണുന്ന നമ്മുടെ നാട്ടിൽ കൂടെ കാണുന്ന സംഭവമല്ലേ, എല്ലാം വെട്ടിപ്പിടിക്കുന്നു, ലാസ്റ്റ് വെള്ളം ഇറങ്ങാതെ മരിക്കുന്നു. അപ്പോൾ അതിനോടൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു കേസ് കിട്ടും ഉണ്ടോ ഇല്ല. ആരുടെ അടുത്തും വില പേശിയെല്ലാം വെട്ടിപ്പിടിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഒട്ടും ഇനി തൊട്ടോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടക്കുകയില്ല. ആരുടെ തൊട്ടും എനിക്ക് വേണ്ടതാണ്, അതുകൊള്ളൂ. അല്ലാതെ ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു ചെയ്തിട്ടില്ല. ഞാൻ വെട്ടിപ്പിടിക്കാം, എന്തൊരു വെട്ടിപ്പിടിക്കാം. എനിക്ക് ഇവിടെ സൗദി ജോലി ചെയ്തുകൊണ്ട് നിൽക്കും, എന്തൊരു മണി ആ പാവം സൗദിനെ പറ്റിച്ചുകൊണ്ട് പോരാന്ന് കൊണ്ടുപോകുന്നതാണെങ്കിൽ തന്നെ അത് നിലനിൽക്കില്ല. അത് അന്നേരത്തെ ഒരു ലാഭത്തിന് വേണ്ടി നമ്മൾ എടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അതാ പറഞ്ഞത്, അങ്ങനെയൊന്നും എനിക്കൊരു താല്പര്യമൊന്നുമില്ല. എന്നെ എന്തെങ്കിലും സൗദി കൊണ്ടുപോവാ? ഇല്ല, എന്താ ഞാൻ പോണില്ല. ചുമ്മാ കാണാൻ ഞാൻ ഇനി ഈ കരിമണ്ണൂർ ഭാഗത്തുനിന്ന് പോകില്ല. ഇല്ല, കൊണ്ടുപോകില്ല. ഇല്ല, നാട്ടിൽ കൊണ്ടുപോകും. ഞാൻ എങ്ങും പോണില്ല. ഞാൻ ഈ കരിമണ്ണൂർ ഇനി ഈ കരിമണ്ണൂരിൽ നിന്നും പോകണം. ജോലിക്കല്ല, ഇല്ല, അതാ പറഞ്ഞത്. വിസിറ്റിങ്ങിന് പോണില്ല. ഗൾഫ് കണ്ടിട്ടൊന്നും പോകുന്നില്ല, ഒരു നാട്ടിലേക്കും പോവില്ല. പിന്നെ ഈ കരിമണ്ണൂര് മാത്രമായിട്ട് നാട് കാണാൻ പോലും വേറൊരിടത്തും പോകില്ല. കേരളമൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ് കൊടുക്കാൻ പോകും. അപ്പൊ എങ്ങനെ താജ്മഹൽ കാണും? അങ്ങനെ അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ. താജ്മഹൽ കാണാനായിട്ട് നമ്മളൊരു ചെറിയ ഇത് പോണല്ല, അതൊക്കെ ഇന്ത്യയിലല്ലേ. അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? എന്നെ ഒരിടത്ത് കൊണ്ടുപോവില്ല. ഞാൻ പോണില്ല.
ഞാനിനി ഗൾഫ് കൺട്രി ഭാഗത്തേക്ക് പോകുന്നില്ല. വിസിറ്റിങ്ങിന് പോലും ഇല്ല, പോകില്ല. കാരണം വെറുത്ത് പോയാ? വെറുത്തല്ല, വെറുപ്പിൻ്റെ അല്ല. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് തന്നെ പോകുന്നു. അതുകൊണ്ടല്ല, വേറെ ഒന്നുമില്ല. പിന്നെ പോകണ്ട, ഞാനും പോകില്ല. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പഴയ സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ പിടിച്ച് ഇവിടെ വന്നു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സുഖം അവിടെയാണ്. ചിലപ്പോൾ മുങ്ങിന്ന് പോയില്ല. ചേട്ടൻ മുങ്ങൽ വിദഗ്ധനാണോ? ചേട്ടൻ മുങ്ങുവോ? ഇല്ല. തട്ടിപ്പുകരണൊക്കെ വിളിക്കൂട്ടെ ആൾക്കാര്. കെട്ടിട്ട് പെണ്ണിനെ ഇട്ടിട്ട് മുങ്ങിന്ന് പറയും. അങ്ങോട്ട് മുങ്ങിന്ന് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു, ആദ്യം പറഞ്ഞല്ലോ. ഞാൻ ആദ്യം മുമ്പ് കാര്യം പറഞ്ഞു. ഞാൻ ഗൾഫ് കൺട്രിയിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ ചെന്നപ്പോൾ ആ പഴയ കാര്യങ്ങൾക്ക് ഓർത്ത് അവിടുത്തെ കാലാവസ്ഥയൊക്കെ പിടിച്ച് ഇവിടെ വന്ന് പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ പുതിയ മെഷീൻസ് ഒക്കെ ഇറങ്ങി. പണ്ടത്തെ വർക്ക്ഷോപ്പ് ഒന്നും അല്ല ഇപ്പൊ. ചേട്ടനവിടെ വർക്ക്ഷോപ്പ് ആയിരുന്നു. അല്ല, ഒരു കാര്യമുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് പഠിക്കണം വെച്ചാലോ, ഒന്നാലും പണി ചെയ്യണമെന്ന് തോന്നിയാലോ. ഇനിയല്ലേ പണി, വർക്ക്ഷോപ്പ് പണിക്ക് പ്രായമില്ല. പിന്നെ ധൈര്യം, മനസ്സിന് ധൈര്യം, എന്തും ചെയ്യാമെന്നുള്ള ധൈര്യം, അതാണ്. കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്നതാ? നീ അങ്ങ് പോകൂലെന്ന് പറഞ്ഞ് സത്യമൊക്കെ ചെയ്തതാ. അതുകൊണ്ടൊരു കാര്യമുണ്ട്. എന്നോട് അതിന് പറഞ്ഞു ഓർമ്മിപ്പിക്കില്ല. അപ്പൊ സത്യം അവിടെ പോകും. എന്റെ വില പൊട്ടിത്തെറിച്ചോട്ടെ എന്നോ? അടുത്ത ദിവസം എന്റെ നല്ല എങ്ങനെ പൊട്ടിത്തെറിച്ച പൂർണ്ണ ഉത്തരവാദി ചേട്ടൻ എനിക്ക് എല്ലായിടത്തും പൊങ്കാലിട്ടോ. സത്യം ഇട്ടതല്ലേ, നീ ഒന്നും പോകില്ല. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നു. യുകെക്കൊന്ന് പോയാലോ? ചേട്ടന്റെ മകൻ വിളിച്ച് കൊച്ചിന്റെ ആദ്യ കുർബാന അവിടെ നടത്താൻ പോയി യുകെയിലാ. അത് കഴിഞ്ഞ പറയാം ഞാൻ യുകെക്കൊന്ന് പോയാലോ. പാസ്പോർട്ട് എടുത്ത് കത്തിക്കുന്നേ, ആധാർ കാർഡ് ഐഡന്റിറ്റി കാർഡും കത്തിക്കും. ഉണ്ടല്ലോ. ഇല്ല ചേട്ടാ, അനങ്ങിയാ ഞാൻ അറിയും. മൊബൈലിലേക്കാണല്ലോ മെസ്സേജ് ഒക്കെ വരുള്ളൂ. എന്തെങ്കിലും എടുത്താ അങ്ങനെയൊന്നും ചേട്ടൻ കൊടുക്കൂല. യൂട്യൂബിൽ ഒരു ചാനൽ എടുക്കാൻ അറിയാൻ പറ്റാത്ത ചേട്ടനാ ഇനി മൊബൈൽ നമ്പർ വാങ്ങാൻ പോണേ. കരയുണ്ടോ? കൂൾ ഡൗൺ. പോണില്ല, അതുകൊണ്ട് വാശി പിടിപ്പിക്കില്ല. പൊക്കോ, ഇവിടെ അങ്ങ് നിക്കണ്ടോ? പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവരൂ. കുറച്ച് 5-8 പവൻ മാലയെങ്കിലും കൊണ്ടുതരും, കുറച്ച് സ്വർണ്ണമൊക്കെ കൊണ്ടുതരും. നല്ല ഉദ്ദേശം ഉള്ളതല്ലേ? ജീവിതത്തിൽ ചേട്ടൻ ആർക്കും മാല മുദ്ര വാങ്ങിച്ചു കൊടുക്കില്ല, 100% ഉറപ്പാ. 6 പവന്റെ കല്യാണമാലയൊക്കെ കഴുത്തെ കിടന്ന മനുഷ്യനാ. ഇപ്പൊ വല്ലതും ഉണ്ടോ നമുക്ക്? അതൊക്കെ എനിക്ക് തന്നായിരുന്നു. ഈ പണയെങ്കിലും വെക്കാറുന്നു. ഇനി വെക്കാനൊന്നുമില്ല. എന്റെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ നിൽക്കണില്ല. വേറെ വല്ലവരും എന്നെ കള്ളു കൊടുത്ത് റോട്ടി കിടന്നതെന്ന്. തൻ്റെതല്ലാത്ത കാരണത്തിൽ എല്ലാം നഷ്ടപ്പെട്ടൊരു പാവം മനുഷ്യനാണിത്. പ്രവാസികൾക്ക് പറ്റൊക്കെ പറ്റിയൊരു മനുഷ്യൻ. സാരമില്ല, പോട്ടെ. ഇപ്പൊ ദൈവമായിട്ട് നല്ലൊരു കടയൊക്കെ തന്നെ അതിസുന്ദരിയും സുശീലയും വിദ്യാസമ്പന്നയും ചെറുപ്പക്കാരിയും സൗന്ദര്യവതി ഗുണസമ്പന്നയുമായ ഭാര്യയെയും തന്നു. പിന്നെ ഞാൻ ആ പറച്ചിൽ കേട്ടോണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ. സൽസ്വഭാവിയും ദൈവഭയവും അതിസുന്ദരിയും സുശീലയും വിദ്യാസമ്പന്നയും. പിന്നെ പണത്തിന് മാത്രമേ പണം പോട്ടെ, അത് വരും പോവും. അത് സുന്ദരിയൊന്നും അല്ല. പിന്നെ എന്നെക്കാൾ സുന്ദരിയാ. പറഞ്ഞു നോക്കാൻ ഞാൻ സത്യമാ. സത്യം ഞാൻ സമ്മതിച്ചല്ലോ. സുശീല. സുശീല അതെനിക്ക് മനസ്സിലായില്ല. ഗുണം അല്ല, ആ സുശീല എന്ന് പറഞ്ഞപ്പോ ഈ സുശീല എന്ന് വേറെ പേര് അല്ലാന്ന് പറഞ്ഞോ. ഒരു പെണ്ണിനെ കിട്ടിയില്ല. ഒരു പെണ്ണിനെ മാത്രമല്ല കിട്ടില്ല, ഒരു കുടുംബ സമയം സന്തോഷവും എനിക്ക് വേണ്ടി പറയാൻ ആൾക്കാരുണ്ട്. മിണ്ടാനേ ഇപ്പൊ സമയമുള്ളൂ. നേരത്തെ മിണ്ടാൻ സമയമില്ല, ഇപ്പൊ മിണ്ടാനേ സമയമില്ല. അപ്പൊ മിണ്ടൂല, മൊബൈലും പിടിച്ച് എപ്പോഴും പോയി ആ അളം തന്നെ കയറി പിന്നെ ചുമ്മാ ഞാൻ അടുക്കള കിടന്ന് പൊരിഞ്ഞ പണിയായിരിക്കും. ഞാൻ കുറെ പണിതല്ല, ഇനി കുറച്ച് പണി. അല്ല ഞാൻ പിന്നെ എന്താ ചെയ്യണേ? ചെറു കറി ഉണ്ടാക്കണം, കഞ്ഞി ഉണ്ടാക്കണേ, എന്നിട്ട് കപ്പ ഉണ്ടാക്കണം. കുമാരത്തേട്ട് ഞാൻ വൈകിട്ട് ഉണ്ടാക്കണേ. അപ്പൊ എന്നോടാ ചോദിക്കണേ? ഇപ്പൊ എനിക്ക് എന്നാ അതാ ചിന്ത. രാത്രിയിലത്തേക്ക് ഇനി എന്തുണ്ടാക്കും, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ചിന്ത. അപ്പൊ ഞാൻ ചിന്തിക്കാൻ പോകട്ടെ, രാത്രിയിലത്തേക്ക് ഇനി എന്തുണ്ടാക്കണം. ഞങ്ങൾ തമ്മിൽ ഡിസ്കഷൻ നടത്തി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും പുതിയതായിട്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ദിവസം വരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ വന്നു, കുറേ പേര് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കൂടുതൽ ഈ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വാക്ക് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. കാരണം ഞങ്ങൾ കാണുന്നത് പേരിലൂടെ മാത്രം, ഈ ഒരു കമൻറ്റിലൂടെ. അപ്പോൾ ആരൊക്കെ കാണുന്നുണ്ടെന്ന്
ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പോകണം കേട്ടോ. നമ്മൾ അടുത്ത ദിവസമൊക്കെ വീഡിയോ ഒക്കെ കമൻ്റ് ഒക്കെ പിന്നെ വായിച്ച് ഇടയ്ക്ക് ഞാൻ- എല്ലാവരുടെയും പേര് പറയാം കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് പോകണ എന്നെ ചിലപ്പോൾ കാണുന്നുണ്ട് എല്ലാവരും. ആ അതെ അതെ, ചേട്ടൻ എല്ലാവരും കാണാറുണ്ട്. അപ്പം ഞങ്ങൾ കാണുന്നതോട്ടോ ചാനൽ കാണുന്നതോട്ടോ ഞാൻ അവർക്ക് തന്നെ കാര്യം അത് നിങ്ങൾ ഇന്നാ കൊണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ കാണുന്നതോട്ടോ ചാനലൊന്നുമില്ല. ശരി, നല്ല കാര്യം. എങ്ങനെയുണ്ട് കൊള്ളാം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും പരിപാടിക്ക് ഡിസ്ലൈനിങ് ഓഫ് ബൈ.